മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം സ്വന്തമാക്കിയ നടിയാണ് കീർത്തി സുരേഷ്. മഹാനടി എന്ന ചിത്രത്തിനാണ് ദേശീയ പുരസ്കാരം കീർത്തിയെ തേടി വന്നത്. കീർത്തി സുരേഷിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസായാണ് മഹാനടി ഇന്നും അറിയപ്പെടുന്നത്. ഇപ്പോഴിതാ കീർത്തി സുരേഷിനെ കുറിച്ച് തെലുങ്ക് നടൻ ശ്രീനിവാസ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മഹാനടിയിലേക്ക് കീർത്തിയെ തെരഞ്ഞെടുത്തപ്പോൾ അത് തെറ്റായ തീരുമാനമാണെന്നാണ് ആദ്യം താൻ കരുതിയിരുന്നതെന്നാണ് ശ്രീനിവാസ് തുറന്നു പറയുന്നത്. മഹാനടിയിൽ നായികയെ തീരുമാനിക്കുന്നതിന് മുൻപ് സംവിധായകൻ നാഗ് അശ്വിൻ തന്നെ കാണാൻ വന്നിരുന്നു. സംവിധായകൻ LV പ്രസാദിന്റെ റോൾ ചെയ്യാനാണ് തന്നെ കണ്ടത്. അപ്പോൾ താൻ ഓക്കെ പറഞ്ഞു. മഹാനടി സാവിത്രിയെ അവതരിപ്പിക്കാൻ നാഗ് അശ്വിൻ ആരെ തെരഞ്ഞെടുക്കുമെന്നറിയാൻ താൻ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. കീർത്തി സുരേഷിനെ നായികയാക്കിയെന്ന് ഒരു ദിവസം താൻ അറിഞ്ഞു. കീർത്തി സുരേഷ് ഒരു കൊമേഴ്ഷ്യൽ നായികയാണെന്ന അഭിപ്രായമായിരുന്നു അന്ന് തനിക്ക്. സാവിത്രിയെ പോലെ ദുഃഖവും മറ്റു ഭാവങ്ങളും പ്രകടിപ്പിക്കാൻ കീർത്തിക്ക് കഴിയുമോ? അത് ബുദ്ധിമുട്ടായിരിക്കും. നാഗ് അശ്വിന്റെ ഇത് തെറ്റായ തീരുമാനമാണെന്നൊക്കെ അന്ന് തനിക്ക് തോന്നിയെന്നാണ് ശ്രീനിവാസ് പറയുന്നത്. എന്നാൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ തന്റെ അഭിപ്രായം മാറിയെന്നും സിനിമയിൽ മികച്ച പ്രകടനം നടി കാഴ്ചവെച്ചെന്നും ശ്രീനിവാസ് വ്യക്തമാക്കി. കീർത്തിക്ക് മുമ്പ് നിത്യ മേനോനെയാണ് മഹാനടിയിലേക്ക് ആദ്യം പരിഗണിച്ചത്. അഭിനയ മികവിന്റെ പേരിൽ നേരത്തെ തന്നെ പ്രശംസ നേടിയ നിത്യ മികച്ച കാസ്റ്റിംഗ് ആണെന്ന് അന്ന് അഭിപ്രായം വന്നു. എന്നാൽ ചില കാരണങ്ങളാൽ നിത്യ സാവിത്രിയായി മഹാനടിയിലെത്തിയില്ല. ഒരു കാലത്ത് തെലുങ്ക് സിനിമാ ലോകത്തെ താരറാണിയായിരുന്ന സാവിത്രിയുടെ ബയോപിക്കാണ് മഹാനടി. അസാമാന്യ അഭിനയ പ്രതിഭയായിരുന്ന സാവിത്രിക്ക് ജീവിതത്തിൽ പക്ഷേ കൈപ്പേറിയ അനുഭവങ്ങളാണ് നേരിട്ടത്. നടൻ ജെമിനി ഗണേഷിനെയാണ് സാവിത്രി വിവാഹം ചെയ്തത്. ഈ ബന്ധത്തിൽ 2 മക്കളും അവർക്ക് പിറന്നു. വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണം നടി മദ്യത്തിന് അടിമപ്പെട്ടു. ഇതിനിടെ സിനിമാ കരിയറിൽ നടിക്ക് വീഴ്ചയും സംഭവിച്ചു. സിനിമകൾ നിർമ്മിച്ചു വന്ന നഷ്ടം നടിയുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കിയിരുന്നു. ഇന്നും നടി സാവിത്രിയുടെ ജീവിതം സിനിമാ ലോകത്ത് ചർച്ചയാകാറുണ്ട്. സിനിമാ ലോകത്ത് തന്നെ എന്നും വേദനയാണ് നടി സാവിത്രിയുടെ അവസാന നാളുകൾ. അതേസമയം താരപുത്രിയുടേതായ പ്രിവിലേജുകളാണ് കീർത്തി സുരേഷിന്റെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് വാദിക്കുന്ന നിരവധി പേരുണ്ട്. നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തിക്ക് മികച്ച തുടക്കമാണ് ആദ്യം ലഭിച്ചത്. ആദ്യത്തെ സിനിമ തന്നെ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയായിരുന്നു. മോഹൻലാൽ നായകനായ സിനിമയ്ക്ക് റിലീസിന് മുമ്പ് ഹൈപ്പ് ലഭിച്ചെങ്കിലും സിനിമ കാര്യമായ വിജയമൊന്നും ഉണ്ടാക്കിയില്ല. കന്നഡ ചിത്രം ചാരുലതയുടെ തനിപ്പകർപ്പാണ് ഗീതാഞ്ജലി എന്ന വിമർശനവും വന്നു. മലയാളത്തിന് ശേഷം തമിഴകത്താണ് കീർത്തി സുരേഷ് കൂടുതൽ ശ്രദ്ധ നൽകിയത്. പെട്ടെന്ന് തന്നെ തമിഴ് പ്രേക്ഷകരുടെ മനം കവരാൻ കീർത്തിക്ക് സാധിച്ചിരുന്നു. ഇന്ന് വൻ ആരാധക വൃന്ദം തന്നെ കീർത്തി സുരേഷിന് തമിഴകത്തുണ്ട്. തമിഴിൽ മാത്രമല്ല തെലുങ്കിലേക്ക് കടന്നപ്പോഴും നടിക്ക് മികച്ച സിനിമകൾ ലഭിച്ചിരുന്നു. 2018 പുറത്തിറങ്ങിയ മഹാനടി എന്ന തെലുങ്ക് സിനിമയാണ് കീർത്തിക്ക് കരിയറിൽ വഴിത്തിരിവാകുന്നത്. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും തന്റെ അമ്മയായ മേനകയ്ക്ക് സാധിക്കാതെ പോയ ദേശീയ അവാർഡ് പോലും സ്വന്തമാക്കാൻ മകൾ കീർത്തി സുരേഷിന് സാധിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.